സാലഡ് എന്ന് കേൾക്കുമ്പോൾ ഓടാൻ വരട്ടെ. നമ്മുടെ സന്തോഷ് കുളങ്ങര പറഞ്ഞ പോലെ ഒരു സാലഡിൽ ജസ്റ്റ് വെജിറ്റബിൾസ് മാത്രമല്ല, നമുക്കൊരു പ്രോട്ടീൻ സോഴ്സ് വേണം, നല്ലൊരു ടേസ്റ്റി ഡ്രസ്സിങ് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സാലഡ് ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്തും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്യാം. ഞാനിവിടെ കുക്കുംബർ നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞെടുത്തു. നിങ്ങൾക്കറിയായിരുന്നോ, ഈ ഓറഞ്ചസിലുള്ളതിനേക്കാളും ഒരുപാട് മടങ്ങ് കൂടുതൽ വൈറ്റമിൻ സി ക്യാപ്സിക്കത്തിലുണ്ട്. ലെറ്റ്യൂസ് ഞാനിപ്പോൾ പാക്കറ്റിലാണ് വാങ്ങിക്കാറ്, അല്ലാതെ ഫുള്ള് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത് യൂസ് ആവാറില്ല. ബാക്കി വരുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇതേപോലെ കവർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പിറ്റേ ദിവസം തന്നെ ഒരു സാലഡും കൂടെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. ഈ കുരുകളെ എനിക്ക് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ മാക്സിമം ഇത് ചെത്തി തന്നെ അങ്ങ് കളയും. അവസാനം അവോക്കാഡോൻ്റെ അവസ്ഥ ഇതാവും. ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുന്ന നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇനിയാണ് നമ്മുടെ ഡ്രസ്സിങ് ഉണ്ടാക്കുന്നത്. അവോക്കാഡോ, കടുക്, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഒരു 3 സ്പൂൺ തൈര് ഞാനിതിലൊക്കെ ആഡ് ചെയ്ത് ഒന്ന് അടിച്ചെടുത്തു. ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ഡ്രസ്സിംഗ് ആണ്, ഹെൽത്തിയാണ്. പിന്നെ കുറച്ച് നട്ട്സും അതുപോലെ ഞാൻ ഫ്ലാക്സ് സീഡ് പൗഡർ ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്, അതും കുറച്ച് ആഡ് ചെയ്ത് ഒലീവ് ഓയിലും ഒഴിച്ച് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സാലഡ് റെഡി. അതവിടെ ഇരിക്കട്ടെ. വെളുത്തുള്ളി, പെരിഞ്ചീരകം ഇത്രയും അരച്ചത്. ഇനി സാധാ നമ്മൾ മീൻ വറുക്കാൻ യൂസ് ചെയ്യുന്ന എല്ലാ മസാലകളും ആഡ് ചെയ്യാം. അതിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പാകത്തിന് ഉപ്പ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. സാൽമൺ കുട്ടന്മാർ ഇതിലേക്ക് ആഡ് ചെയ്തു. കുറച്ച് നാരങ്ങനീരും കൂടെ പിഴിഞ്ഞതൊരു 10 മിനിറ്റ് വെച്ചിരുന്ന മസാലകളൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കും. പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് സാൽമൺ കുട്ടന്മാരെ ഇട്ട് കുറച്ച് വേപ്പിലയും ഇട്ട് വറുത്തെടുത്തു. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് അല്ലേ. ഈ ക്രീമി സാലഡ് വിത്ത് ഫിഷ് നിങ്ങൾ റിപ്പീറ്റഡ്ലി ഇത് ഉണ്ടാക്കി പോവും. അത്രയും ടേസ്റ്റിയാണ്. പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയാനില്ലല്ലോ.